ഒരു UAE ദിർഹമിന് 26 രൂപ 29 പൈസ. ചരിത്രത്തിലെ ഏറ്റവും വലിയ താഴ്ചകളിൽ ഒന്നിലൂടെയാണ് ഇന്ത്യൻ രൂപ ഇപ്പോൾ കടന്നുപോകുന്നത്. UAEയിലേതടക്കം ഇന്ത്യൻ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പണമയക്കാൻ സമീപകാലത്തെ ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നാണിത്. 2026 തുടക്കത്തിൽ ഡോളറിനെതിരെ 89 എന്ന നിലയിലായിരുന്ന രൂപ പിന്നീട് 96 കടന്ന് താഴേക്ക് പോവുകയായിരുന്നു. ഈ വർഷം മാത്രം രൂപയുടെ മൂല്യത്തിൽ 6 മുതൽ 7% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് ഇടിവോടെ 96.88 രൂപ എന്ന നിലയിലാണ്. മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും അസംസ്കൃത എണ്ണവില വർദ്ധിച്ചതുമാണ് രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. ഇത് ഇന്ത്യയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിപ്പിക്കുകയും രാജ്യത്തിന്റെ കറന്റ് അക്കൗണ്ട് കമ്മി കൂട്ടുകയും ചെയ്തു. ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ 80%-ലധികം ഇറക്കുമതി ചെയ്യുന്നതിനാൽ എണ്ണവിലയിലെ വ്യതിയാനങ്ങളും ഡോളറിന്റെ ആവശ്യകതയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുകയാണ്. ദിർഹത്തിൽ ശമ്പളം വാങ്ങുന്ന പ്രവാസികൾക്ക് ഈ മാറ്റം വലിയ നേട്ടമാണ്. 5000 ദിർഹം നാട്ടിലേക്ക് അയച്ചാൽ 1,31,000 രൂപയിൽ കൂടുതൽ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. നിലവിലെ അനുകൂല സാഹചര്യം കണക്കിലെടുത്ത് പല പ്രവാസികളും ഇന്ത്യയിൽ പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിനും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്കും ഓഹരി നിക്ഷേപങ്ങൾക്കുമായി പണമയക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. രൂപയുടെ മൂല്യം സ്ഥിരപ്പെടുത്തുന്നതിനായി ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഇതിനകം വിപണിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഡോളറിന്റെ ആവശ്യകത കുറയ്ക്കുന്നതിനായി കോടിക്കണക്കിന് ഡോളർ ചെലവഴിക്കുകയും സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ് കർശനമാക്കുകയും എണ്ണ ഇറക്കുമതിക്കാർക്ക് പ്രത്യേക ക്രെഡിറ്റ് ലൈനുകൾ അനുവദിക്കുകയും ചെയ്തു. ഡോളർ ചെലവ് കൂടുതലുള്ള സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കാനും വിദേശ യാത്രകൾ പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും വരുന്ന മാസങ്ങളിലും രൂപയ്ക്കുമേലുള്ള സമ്മർദ്ദം തുടരുമെന്ന് തന്നെയാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റവും ദുർബലമായ മൺസൂൺ പ്രവചനങ്ങളും വിപണിയിലെ ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ തുടർന്നാൽ അടുത്ത 3 മാസത്തിനുള്ളിൽ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 100 രൂപ എന്ന നിലയിലേക്ക് വളരെ എളുപ്പത്തിലെത്തിയേക്കാമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത്.